പ്രൈസലോ ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. യേശുക്രിസ്തു ഈ ഭൂമിയിലേക്ക് വന്നതിൻ്റെ ഒരേ ഒരു ഉദ്ദേശം പാപികളെ രക്ഷിക്കുക എന്ന് പറഞ്ഞിട്ടാണ്. പാപത്തിൻ്റെ ശമ്പളം മരണമാണ്. ആ മരണത്തിൽ നിന്ന് വിടുവിക്കാനാണ് യേശുക്രിസ്തു ഈ ലോകത്തിലേക്ക് വന്നത്. തൻ്റെ ജനത്തിൻ്റെ പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാനിരിക്കൊണ്ട് അവൻ യേശു എന്ന് പേർ വിളിക്കണം. അപ്പോൾ പാപമാണ് മനുഷ്യൻ്റെ ശാപത്തിലേക്ക് നയിക്കുന്നത്. വിശുദ്ധ ബൈബിൾ ആവർത്തന പുസ്തകം നമ്മൾ പഠിച്ചു നോക്കുമ്പോൾ യഹോവയുടെ കൽപ്പനകൾ നീ അനുസരിച്ച് നടക്കുമ്പോൾ നീ സകല ജാതികൾക്കും മീതെ ഉന്നതനാവും. അത് അനുസരിക്കാതെ നടക്കുമ്പോൾ നീ എല്ലാ ജാതികളിലും നീ ശപിക്കപ്പെട്ടവനായി മാറും. നിന്റെ ആടുമാടുകളും മൃഗസമ്പത്തും അനുഗ്രഹിക്കപ്പെടും. ദൈവകൽപ്പന അനുസരിച്ചാൽ. ദൈവകൽപ്പന ലംഘിച്ചാൽ നിന്റെ ആടുമാടുകളും എല്ലാം ശപിക്കപ്പെട്ടിരിക്കും. ഇതാ ദൈവവചനം പഠിപ്പിക്കുന്നത്. അപ്പോൾ ഓൾറെഡി ദൈവകൽപ്പന ലംഘിക്കുന്നത് പാപമാണ്. ദൈവത്തെ കൽപ്പന ലംഘിക്കുമ്പോൾ പാപം മാത്രമല്ല, അത് ശാപത്തിലേക്കും കൂടി വരികയാണ്. ശാപമാണ്. നമുക്ക് ന്യായപ്രമാണത്തനുസരിച്ചില്ലെങ്കിൽ അത് ശാപമാണ്. അപ്പം ഇങ്ങനെ നമുക്ക് നടക്കുന്ന കാലഘട്ടങ്ങളിൽ ഈ മാനവജാതിയുടെ രക്ഷയ്ക്ക് വേണ്ടി ഈ ഉൽപ്പത്തി തൊട്ട് മലാക്കി വരെയുള്ള പ്രവാചകന്മാരും ദൈവത്തിൻ്റെ വിശ്വസ്ത അഭിഷക്തന്മാരായിരിക്കുന്നവരും ജനങ്ങളും ജാതികളും യഹൂദന്മാരും പാപം ചെയ്ത് ശാപിക്കപ്പെട്ടവരായി നിൽക്കുമ്പോൾ, ശാപത്തിന് അതീതരായി നിൽക്കുമ്പോൾ അവരുടെ ജീവിതത്തിൽ അനുഗ്രഹമുണ്ടോ? ഇല്ല, ശാപം മാത്രമേ ഉള്ളൂ. എന്നാൽ അവരെ രക്ഷിക്കാൻ വേണ്ടി ഈ ലോകത്തെ ആദാമിനോട് പറയുന്നത് എങ്ങനെയാണ്? നീ നിന്റെ വായുടെ വാക്കനുസരിച്ചതുകൊണ്ട് ഈ ഭൂമി ശപിക്കപ്പെട്ടതായി മാറി. ഭൂമി ശാപം വരുവാൻ കാരണം ദൈവവാക്കിനെ ലംഘിച്ചു. ദൈവം വിലക്കിയിരിക്കുന്ന, ദൈവം ചെയ്യണമെന്ന് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ചെയ്യുവാനിടയായതുകൊണ്ട് ഭൂമി ശപിക്കപ്പെട്ടിരുന്നു. അതുകൊണ്ട് ദൈവം ആദാമിനോട് പറഞ്ഞു, നീ നിമിത്തം ഭൂമി ശപിക്കപ്പെട്ടിരിക്കുന്നു. അങ്ങനെയാണ് ഈ ഭൂമിയിൽ ശാപം വരുവാൻ ഇടയാകുന്നത്. എന്നാൽ ശാപത്തിൽ നിന്ന് മനുഷ്യനെ വിടുവിച്ചെടുക്കാൻ വേണ്ടി 2000 വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു ഒരു മനുഷ്യനായി വന്നതിൻ്റെ ഉദ്ദേശം എന്താണ്? ശപിക്കപ്പെട്ട് കിടക്കുന്ന മനുഷ്യന് ശാപത്തിന് മാറ്റി അവനെ അനുഗ്രഹം പകരുവാൻ വേണ്ടി, ശപിക്കപ്പെട്ട് പാവിയായി കിടക്കുന്ന മനുഷ്യനെ പാപത്തിന് മാറ്റി അവനെ ദൈവമകൾ അല്ലെങ്കിൽ ദൈവമകൾ എന്ന് പേരിടാൻ വേണ്ടി യേശുക്രിസ്തു ലോകത്തിലേക്ക് വന്നു. അതാണ് യഥാർത്ഥ സത്യം. അതുകൊണ്ട് ഒരു പാവി, അതേ പാപത്തിന് പരിഹാരം വരണമെങ്കിൽ പാപിക്ക് വേണ്ടി അവന്റെ ശിക്ഷ മുഴുവൻ